ഇന്ത്യയെ വളരാൻ അനുവദിക്കില്ല. അതെ, ഒരു നയതന്ത്ര ഭാഷയുടെയും മറയില്ലാതെ ആഗോള വൻശക്തിയായ അമേരിക്കയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തുറന്നു പറഞ്ഞ വരികളാണിത്. 20 വർഷം മുമ്പ് ചൈനയുടെ കാര്യത്തിൽ വരുത്തിയ അതേ തെറ്റ് ഞങ്ങൾ ഇന്ത്യയുടെ കാര്യത്തിൽ ഇനി ആവർത്തിക്കില്ല. ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം എന്താണെന്ന്? അന്ന് ചൈനയെ വളരാൻ വിട്ട് അത് സ്വന്തം നെഞ്ചത്തേക്ക് കയറി വന്നതുപോലെ ഇന്ത്യ ഒരു സാമ്പത്തിക സൂപ്പർ പവറായി വളരുന്നത് അമേരിക്ക കണ്ടു നിൽക്കില്ല എന്ന പരസ്യമായ താക്കീതാണിത്. നമ്മൾ കരുതുന്നത് നമ്മൾ സുരക്ഷിതരാണ് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? തോക്കും ബോംബും ഒക്കെ ഉപയോഗിച്ച് അതിർത്തികളിൽ നടത്തുന്ന പോരാട്ടങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഥയാണ്. ഇന്ന് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത് 5th ജനറേഷൻ വാർഫെയർ അഥവാ 5ാം തലമുറ വിവര യുദ്ധമാണ്. ഇൻഫർമേഷൻ വാർഫെയർ എന്ന് വിളിക്കും. ഇവിടെ ശത്രു അതിർത്തി കടന്നല്ല വരുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലൂടെ, സോഷ്യൽ മീഡിയ ആൽഗരിതങ്ങളിലൂടെ, വ്യാജ നറേറ്റീവുകളിലൂടെ നമ്മുടെ തലച്ചോറിനെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും അതിന്റെ ലക്ഷ്യമൊക്കെ ഒന്നു മാത്രം: ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്തുക, സാമ്പത്തിക മുന്നേറ്റം തടയുക. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന യുവത്വത്തിന്റെ ഊർജം വിദ്വേഷവും പ്രക്ഷോഭങ്ങളുമാക്കി മാറ്റി ഈ രാജ്യത്തെ അകത്ത് നിന്ന് കത്തിക്കുക, ചാമ്പലാക്കുക. ഇതൊരു കേവലം ഗൂഢാലോചന സിദ്ധാന്തമല്ല. കൃത്യമായ കണക്കും സാമ്പത്തിക തിട്ടൂരങ്ങളും നമ്മുടെ കൺമുന്നിലുണ്ട്. എങ്ങനെയാണ് അമേരിക്ക ഡീപ് സ്റ്റേറ്റ് ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കുന്നത്? നമ്മുടെ ഫാർമ, IT, ഊർജ്ജ മേഖലകളെ തകർക്കാൻ എന്തൊക്കെ ചതികളാണ് നടക്കുന്നത്? ഈ മഹായുദ്ധത്തിൽ നിന്നും ഇന്ത്യക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? വ്യക്തമായി തെളിവുകൾ സഹിതം നമുക്ക് പരിശോധിക്കാം. 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയും US-ഉം തമ്മിൽ $500 ബില്യൺ ഒരു കൂറ്റൻ വ്യാപാര കരാർ ഒപ്പിട്ടു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ അസൽ മുഖം പുറത്തു വരുന്നത്. ഏപ്രിലൊക്കെ ആയപ്പോൾ ഇന്ത്യക്ക് മേൽ പെട്ടെന്ന് 26% താരിഫ് അടിച്ചേൽപ്പിച്ചു. മാസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റിൽ അത് 50%. ഒറ്റയടിക്ക് $87 ബില്യൺ വ്യാപാരവും ഇന്ത്യയിലെ 2 മില്യണിലധികം തൊഴിലവസരങ്ങളും ത്രിശങ്കുവിലായി. എന്തായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം? കൃത്യമായ ആം ട്വിസ്റ്റിംഗ് അഥവാ ബ്ലാക്ക് മെയിലിംഗ്. നിങ്ങൾക്ക് താരിഫ് കുറയ്ക്കണോ എങ്കിൽ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തണം, പകരം ഞങ്ങളുടെ വില കൂടിയ എണ്ണ വാങ്ങണം. പ്രതിസന്ധികൾ കൃത്രിമമായി സൃഷ്ടിക്കുക, അതിനുശേഷം തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ പരിഹാരമായി വിൽക്കുക. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നൂറ്റാണ്ടുകളായി കളിക്കുന്ന അതേ കളി. ഇതുകൊണ്ട് തീർന്നില്ല. തങ്ങളുടെ വ്യാജ മനുഷ്യാവകാശ വശങ്ങൾ ഉയർത്തിക്കാട്ടി 60 രാജ്യങ്ങൾ ഫോഴ്സ്ഡ് ലേബർ ചെയ്യിക്കുന്നു എന്ന് ആരോപിച്ച് വീണ്ടും 12.5% താരിഫ് അടിച്ചേൽപ്പിക്കുന്നു. അതിൽ ഇന്ത്യയും ഉൾപ്പെട്ടു. എന്നാൽ ഇതിലൊക്കെ വെച്ച് ഏറ്റവും ഭയാനകമായി നീക്കം നടന്നത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലാണ്. ലോകത്തിന്റെ ഔഷധശാല എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഈ രംഗത്ത് ഇന്ത്യക്കുള്ള ആധിപത്യം തകർക്കാൻ അമേരിക്ക എന്താണ് ചെയ്തത് എന്നറിയോ? ഈ ഓഗസ്റ്റ് മാസമൊക്കെ ആയപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് 12.5% താരിഫിൽ നിന്ന് ഇളവ് നൽകി. താരിഫ് 0%. കേൾക്കുമ്പോൾ വലിയ സ്നേഹം തോന്നുമല്ലേ? എന്നാൽ ഇതിന് താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതിയ നിബന്ധന ഉണ്ടായിരുന്നു. ഈ 0% താരിഫ് ഇളവ് വെറും 2 വർഷത്തേക്ക് മാത്രമാണ്. ഈ 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഫാർമ വ്യവസായ യൂണിറ്റുകൾ വേരോടെ അമേരിക്കയിലേക്ക് മാറ്റണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ 3-ാം വർഷം മുതൽ 100%, 4-ാം വർഷം 200% താരിഫ്. അതായത് ഉൽപ്പാദനം മുഴുവൻ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പറിച്ചു നടാൻ നിർബന്ധിതരാക്കുന്ന ഒരു ആസൂത്രിത പകൽക്കൊള്ള. ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ നട്ടൽ എങ്ങനെയെങ്കിലും ഒടിക്കുക, അതല്ലാതെ മറ്റെന്താണ്? സാമ്പത്തിക രംഗം മാത്രമല്ല, ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പ്രവാസികളെയുമാണ് അവർ അടുത്തതായി ലക്ഷ്യമിട്ടത്. അമേരിക്കയിൽ ഉപരിപഠനം നടത്താനും ജോലി ചെയ്യാനും പോകുന്ന മിടുക്കന്മാരായ ഇന്ത്യൻ യുവാക്കൾ അവിടുത്തുകാരുടെ ജോലി അപഹരിക്കുന്നു എന്ന തരത്തിൽ ഒരു കള്ളക്കഥ അത് ആസൂത്രിതമായി നിർമ്മിച്ചെടുത്തു കേട്ടോ. അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ഈ വിദ്വേഷ പ്രചരണം എങ്ങനെ ഏറ്റെടുത്തു? അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു? അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഇന്ത്യക്കാർക്കെതിരായ വംശീയ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും കുത്തനെ ഉയർന്നു. നിയമാനുസൃതമായി പ്രകൃതിദത്ത കഴിവുകൾ കൊണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളെ അനധികൃത കുടിയേറ്റക്കാരായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ നടന്നു. ഇവിടെ ഇന്ത്യയിലെ അതിർത്തി കടന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഭരണകൂടം നടപടി കടുപ്പിക്കുമ്പോൾ വിദേശത്ത് നിയമപരമായി കഴിയുന്ന ഇന്ത്യക്കാരെ വേട്ടയാടുന്നത് യാദൃച്ഛികമാണെന്ന് കരുതല്ലേ. ഇനി ഇതിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള വശം ഇന്ത്യക്കുള്ളിലെ ആഭ്യന്തര കുഴപ്പങ്ങളാണ്. ഭരണകൂടം അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായി വിലപേശാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇന്ത്യക്കുള്ളിൽ പെട്ടെന്ന് ഒന്നിനു പുറകെ ഒന്നായി പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ പുകയാൻ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജമ്മുവിലും ലേ ലഡാക്കിലും പെട്ടെന്ന് ഉയരുന്ന അസ്വസ്ഥതകൾ, പഞ്ചാബിലെ കർഷകരുടെ പേരിൽ വീണ്ടും ഉയരുന്ന സംഘർഷം, കർണാടകയിൽ നിർദ്ദിഷ്ട ആണവ നിലയത്തിനെതിരെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന പ്രാദേശിക പ്രതിഷേധങ്ങൾ. എന്തുകൊണ്ടാണ് ഈ പ്രക്ഷോഭങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം വളരെ വ്യക്തമാണ്. ഇന്ത്യ ഒരിക്കലും ഊർജ്ജ കാര്യത്തിലോ ഉൽപാദന കാര്യത്തിലോ സ്വയം പര്യാപ്തത നേടാൻ പാടില്ല. ഒരു രാജ്യം ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിച്ചാൽ പിന്നെ അതിനെ തളർത്താൻ കഴിയില്ല. ഇതിന് മികച്ച ഉദാഹരണമാണ് E20 പെട്രോളും എത്തനോൾ നയവും.
ഇന്ത്യ സ്വന്തം ആഭ്യന്തര ധാന്യ ശേഖരത്തിൽ നിന്നും കരിമ്പിൽ നിന്നും എത്തനോൾ ഉൽപ്പാദിപ്പിച്ച് ഇന്ധന ഇറക്കുമതി ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വലിയ ശബ്ദം ഉയരുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ജനിതക മാറ്റം വരുത്തിയ ചോളം ഇതിനു വേണ്ടി ഇറക്കുമതി ചെയ്യാമെന്ന് ഇന്ത്യ ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇന്ന് കേൾക്കുന്ന ഈ ബഹളങ്ങളെല്ലാം സ്വിച്ചിട്ട പോലെ നിലയ്ക്കുന്നത് നമുക്ക് കാണാം. ഏതെങ്കിലും മേഖലയിൽ ഇന്ത്യ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കുള്ളിലെ ചില ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരു സവിശേഷ ടൈം ടേബിൾ തന്നെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. സംവരണ വിഷയങ്ങളാകട്ടെ, പ്രാദേശിക തർക്കങ്ങളാകട്ടെ, വിടവുകൾ കണ്ടെത്തി അതിൽ എണ്ണയൊഴിക്കുക മാത്രമാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഏജൻസികൾ ചെയ്യുന്നത്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻസ് അഥവാ യുവത്വത്തിന്റെ ശേഷിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്. എന്നാൽ ഈ കരുത്തിനെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബലഹീനതയാക്കി മാറ്റാനാണ് ഈ ഇൻഫർമേഷൻ വാർഫെയർ വഴി അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് തോക്കുകൾക്ക് പകരം അവർ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാം റീലുകളും ടിക്ടോക്ക് രീതിയിലുള്ള ടോക്സിക് അൽഗോരിതങ്ങളുമാണ്. അപ്പോൾ ഈ വ്യാജ വിവരങ്ങൾ അഥവാ അർദ്ധസത്യങ്ങളും തെറ്റായ വിവരങ്ങളും അടങ്ങിയ ചെറിയ വീഡിയോകൾ വൻതോതിൽ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഡോപ്പമൈൻ അഡിക്ഷൻ, അതായത് റീലുകളിലൂടെ ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി എന്ത് അസംബന്ധവും കാണിക്കാനും കാര്യം അറിയാതെ തെരുവിൽ ഇങ്ങനെ പ്രക്ഷോഭം ഉണ്ടാക്കാനും യുവാക്കൾ പ്രേരിപ്പിക്കപ്പെടുകയാണ്. പിന്നെ പോളറൈസേഷൻ, ജനങ്ങളെ വിവിധ ചേരികളാക്കി തിരിച്ച് പരസ്പരം തല്ലിക്കുന്നു. ഫലം എന്താണ്? രാജ്യം നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ട യുവത്വത്തിന്റെ ഊർജ്ജം മുഴുവൻ ആ രാജ്യത്തെ നശിപ്പിക്കുന്ന ആഭ്യന്തര കലാപങ്ങൾക്കായി വഴിതിരിച്ച് വിടപ്പെടുന്നു. നമ്മുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് അറിയുമോ? കഴിഞ്ഞ 10-12 വർഷമായിട്ടും ഇത്തരം വ്യാജ നറേറ്റീവുകളെ അതിവേഗം തകർത്തെറിയാൻ സാധിക്കുന്ന ഒരു നാഷണൽ നറേറ്റീവ് ബ്ലസ്റ്റർ സിസ്റ്റം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. ഒരു വ്യാജ വാർത്ത വന്ന് അത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയ ശേഷമാണ് നമ്മുടെ ഭാഗത്തു നിന്നും മടിച്ചൊരു വിശദീകരണം വരുന്നത്. അപ്പോഴേക്കും എന്ത് സംഭവിക്കും? അതുണ്ടാക്കേണ്ട നാശമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും. ആ നെഗറ്റീവ് ഫീലിംഗ് ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതിന്മേൽ അടുത്ത വ്യാജ വാർത്ത വീഴുമ്പോൾ അതൊരു സ്ഫോടനമായിട്ട് മാറും. 150 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫർമേഷൻ വാർഫെയർ മെഷീനറിയോട് പോരാടുന്നത് കയ്യിലൊരു മൈക്ക് സെറ്റ് പോലും ഇല്ലാതെയാണ്. അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വലിയൊരു വീഴ്ച തന്നെയാണ്. അല്ലാതെ ഇതെങ്ങനെ സോൾവ് ചെയ്യപ്പെടും? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.